സൈബർ ആക്രമണത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഇര ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തു പറയാം, ഒരു MLA ആണ്, KK രമ. ആശയപരമായ പോരാട്ടത്തിന് പകരം സൈബർ ഇടങ്ങളിൽ പോയി അവരെ മാനസികമായി തളർത്തുന്ന രീതിയിൽ പോസ്റ്റുകൾ ഇടുന്നത് ഒരു പതിവായിട്ടുണ്ട്. നമുക്കറിയാം അവർ യഥാർത്ഥത്തിൽ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു നിശബ്ദതയുണ്ട്. കാരണം അവരുടെ ഭർത്താവ് TP ചന്ദ്രശേഖരനെ 52 വെട്ടി കൊലപ്പെടുത്തിയതാണ്. അപ്പോൾ എപ്പോഴും അവരെ വിധവയാക്കപ്പെട്ട ആളുകൾക്ക് അവരെ കാണുമ്പോൾ ഒരു കുറ്റബോധമുണ്ട്. കാരണം ഞാൻ തന്നെ വടകരയിൽ വെച്ച് അവരെ കാണുമ്പോൾ നമ്മൾ നോക്കി നിന്നു പോകും. എന്തോ ഒരു തീക്കുണ്ട നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെയാണ് KK രമ MLAയുടെ ഫീല് വരുന്നത്. എന്നാൽ ഇതിൽ അസഹിഷ്ണുത കാണിക്കുന്ന കുറേ ആളുകൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് KK രമയെ മാനസികമായി തളർത്താൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് സംവിധാനത്തിൽ വിശ്വാസമില്ലെന്നാണ് KK രമ നമ്മോട് പറഞ്ഞത്. മാത്രമല്ല സൈബർ ആക്രമണത്തിൽ ഇനി പരാതി നൽകാനില്ല. കാരണം KK രമയുടെ പരാതി വേണ്ടുന്ന രീതിയിൽ അർഹമായ രീതിയിൽ പോലീസ് സംവിധാനം പരിഗണിച്ചിട്ടില്ല എന്നൊരു MLA തന്നെ പറയുകയാണ്. KK രമയുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ. എല്ലാം നഷ്ടപ്പെട്ട് ഇനി നാളെ എന്നില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് നോക്കാം. മോൻ കയ്യിലുണ്ട്, പക്ഷേ നമുക്കെല്ലാമായിരുന്ന ഒരു ഇത് നഷ്ടപ്പെടുന്നതുമല്ല, നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വേദനയുണ്ട്. മാനസികമായ പ്രശ്നം, വലിയ ട്രോമയിൽ കൂടിയാണല്ലോ ഓരോ ദിവസവും കടന്നുപോയത്. ഒരു പക്ഷേ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പോലും അറിയാത്ത ഒരു ഘട്ടമുണ്ടായിരുന്നു. അവിടെയാണ്, ആ സമയത്താണ് ഇത് കേൾക്കേണ്ടി വന്നത് എന്നതാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ. അനുഭവിച്ച മാനസിക സംഘർഷം ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. TP ചന്ദ്രശേഖരന്റെ മരണശേഷം KK രമ അനുഭവിച്ചത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ്. കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ, വിശേഷണങ്ങൾ, ഇവയ്ക്ക് മുന്നിൽ ആദ്യമൊന്നു പതറി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയപ്പോൾ നേരിട്ട സൈബർ ആക്രമണം ഏറ്റവും വലുത്. ഞാൻ വിചാരിക്കുന്നു ബലാത്സംഗം ചെയ്യുക എന്ന് ആളുകളെ പറയും. ബലാത്സംഗം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ശരീരത്തിനേൽക്കുന്ന മുറിവാണ്, അതിലേറെ മുറിവാണ് ഇത്. മറ്റൊരു തരം ബലാത്സംഗമാണ്. ഈ ഒരു മാനസികമായ ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടി, ഒരു സ്ത്രീയെ തകർക്കാൻ വേണ്ടി അവരെ ഈ തരത്തിൽ പറയുകയും ചെയ്യുക എന്നുള്ളത്. രാഷ്ട്രീയ എതിരാളികൾ ഒരു ദയവുമില്ലാതെ ഇത് തുടർന്നതിന്റെ തെളിവായിരുന്നു നിയമസഭാ കയ്യാങ്കളിയിലും നേരിട്ട സൈബർ ആക്രമണം. എനിക്കന്ന് എൻ്റെ കൈക്ക് എൻ്റെ ലിഗമെൻ്റ് 3 ലിഗമെൻറ്റിനാണ് ഇഞ്ചുറി പറ്റിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം ഞാൻ കൈ പ്രശ്നമായി കിടന്നു. അതിന് തുടർന്ന് ഇങ്ങോട്ട് കിട്ടിയ സൈബർ ആക്രമണം എന്ന് പറയുന്നത് ചെറുതല്ല. അതും വിവരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ളതാണ്. നടിയാണ്, നാടക നടിയാണ്, അഭിനയമാണ് എന്ന് പറഞ്ഞ് അതും ഒരു MLA തന്നെ ആദ്യം തന്നെ അതിനെതിരെ സംസാരിക്കുന്നു. ഓരോ തവണയും പരാതി നൽകും, പക്ഷേ തുടർ നടപടി ഉണ്ടാകുന്നില്ല. സൈബർ ആക്രമണങ്ങളോടുള്ള ഇപ്പോഴത്തെ സമീപനം ഇതാണ്. ഇപ്പം ഞാൻ നിർത്തി. എന്തിനു കൊടുക്കുന്നത്? നമ്മളെ സമയം വെറുതെ അതിന് വേണ്ടി ചിലവഴിക്കും. കളയണോ? അതുകൊണ്ട് അതും നിർത്തി ഞാൻ. ഞാനിപ്പോൾ അതിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. TP വധത്തിന് പിന്നാലെ കേരളം കേട്ട KK രമയുടെ പ്രതികരണം ഇതായിരുന്നു: കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. സൈബർ ആക്രമണങ്ങളോടുള്ള KK രമയുടെ നിലപാടും ഇതുതന്നെയാണ്. മാനസികമായി കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. ശരീരത്തിനേൽക്കുന്ന മുറിവിനേക്കാൾ എത്രയോ ഭയാനകമാണ് മനസ്സിനേൽക്കുന്ന മുറിവ്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയാണ് സൈബർ ആക്രമണങ്ങൾക്കെതിരെ വേണ്ടത്. മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.